കൊച്ചിയിലെ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും ഇത്. മുംബൈയിൽ നിന്ന് പിടികൂടിയ ഇവരെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊച്ചിയിലെത്തിച്ചത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം, എങ്ങനെ മുന്നോട്ട് പോകും, വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, കേസിന്റെ ചുരുളഴിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നാണ് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സിന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. 3 പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. മഞ്ജിമ, അതോടൊപ്പം തന്നെ അലീന എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ ജയിലിൽ പോയിട്ടുള്ളത്. ഈ സിന്ധു ആണ് ഈ കേസിലെ 1ാം പ്രതി. സിന്ധുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. ഇത്തരത്തിൽ ഈ യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഈ ഇത്തരത്തിൽ ലൈംഗിക വ്യാപാരത്തിനാണ് ഇവർ ലക്ഷ്യമിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇവരുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും പലർക്കും. അങ്ങനെ ഡീൽ ഉറപ്പിക്കും. അതിൽ പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടാണ് ഒരു ദിവസം നടന്നിരുന്നത്. അങ്ങനെ ഒട്ടനവധി വിശദാംശങ്ങൾ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിന്ധുവിന്റെ ചോദ്യം ചെയ്യൽ വളരെ സുപ്രധാനമാണ്. സിന്ധുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇതോടൊപ്പം വിദേശത്തുള്ള പ്രതികൾക്കായി അവരെ കണ്ടെത്തുന്നതിനായി ദുബായ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നോക്കുകയാണ്. ഇന്റർപോളിന്റെ അടക്കം സഹായം പോലീസ് തേടും. അങ്ങനെ ഈ സംഘത്തെ, അതായത് 5 സ്ത്രീകളാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളായി വന്നിരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്ന മറ്റൊരു സംഘം ഉണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവർക്കിൽ ചിലർക്ക് ഗുണ്ടാബന്ധമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം പോലീസ് നോക്കുന്നുണ്ട്. ലഹരി മാഫിയയുമായി ചിലർക്ക് ബന്ധമുണ്ട് എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. ശരി, വിശദാംശങ്ങൾ നൽകിയത് രാഗിനാണ്. രാഗിന് നല്ല ദിവസം ആശംസിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഈ 3 സ്ത്രീകൾ മാത്രമല്ല, ഇതിനു പിന്നിൽ വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് തുടക്കം മുതൽ തന്നെ പോലീസ് പറയുന്നത്. അതുകൊണ്ട് അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തും. ഗുണ്ടാ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്, സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുകയും കാര്യങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.